14 ശേഷമുള്ള വണ്ടികൾക്ക് നിങ്ങൾക്ക് വാറണ്ടി വേണമെങ്കിൽ വാറണ്ടി കൊടുക്കാം. അഡീഷണൽ പൈസ ഒന്നും തരണ്ട. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 1.20 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കാം. 1.20 കുറയും. അൾട്ടോന്റെ പൈസക്ക് സ്വിഫ്റ്റ് വേണമെങ്കിൽ 45,000 രൂപയ്ക്ക് മാരുതി വേണമെങ്കിൽ നോക്കിക്കോളൂ, ലോൺ കിട്ടില്ല. ഇത് 1.85 കൊടുക്കാം. 2.25 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാം. 2.5 ഫിനാൻസും ചെയ്യാം. അടിപൊളി. 1,85,000 രൂപയ്ക്ക് 2017 വണ്ടി കുറച്ച് കൊടുക്കാം അല്ലേ? ഒരു 125 കൊടുക്കാൻ പറ്റുമോ? അടിപൊളി. അതായത് 2012 അൾട്ടോ നിങ്ങൾക്ക് കിട്ടൂല 125. അതിന് പകരം നിങ്ങൾക്ക് ഈ ഇയോൺ എടുത്തുകൊണ്ട് പോകാം. മൈലേജ് ഉള്ള നല്ല വണ്ടി കേട്ടോ, ചെക്ക് ചെയ്തെടുത്തോ. 17 മോഡല് ഓട്ടോമാറ്റിക് ആണ്, ആലോചിക്കണം. 3,75,000 രൂപ, അതും 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസ് മാക്സിമം കുറച്ച് തരും. ഫുൾ ലോണും കയറും അല്ലേ? ഫുൾ ലോൺ ചെയ്യും. ഒരു പോലും വേണ്ട. ഓക്കെ, പ്രൊഫൈൽ പക്കയായിരിക്കും കേട്ടോ. 2,50,000 ഉള്ളിൽ കിട്ടും, ഫുൾ ലോൺ കിട്ടും. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. മൈലേജ് ഉള്ള വണ്ടിയാണ്. ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഇതാണ് നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും 1,95,000. ശരിക്കും ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴേ ഒരുവിധം ഈ ചെറിയ വണ്ടികളൊക്കെ ഒരുപാട് എൻക്വയറീസ് വരും. അപ്പോൾ നോർമലി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് വിലയൊക്കെ കൂടാറുണ്ട് ചെറു വണ്ടികൾ കേട്ടോ. അതായത് ഈ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടുന്ന വണ്ടികൾ, അതും മാക്സിമം ലോണൊക്കെ കിട്ടുന്ന വണ്ടികളാകുമ്പോൾ പിന്നെ ഒരുപാട് അധികം ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അങ്ങനെ നോക്കുന്നവർക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഷ്ടപ്പാടാണല്ലോ. വലിയ വിലയൊന്നും കൂടാണ്ട് അല്ലെങ്കിൽ വലിയ വിലയൊന്നും ഇല്ലാത്ത കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ. ഇവിടുത്തെ ഈ ഒരു ഷോറൂമിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഒരു 100-150 വണ്ടിയൊക്കെ 2 മാസം കൊണ്ടൊക്കെ സെയിൽ ചെയ്ത ടീമാണ്. കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വളരെ വില കുറച്ച്, അതായത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ചിട്ടാണ് ഇവിടെ കിട്ടാറുള്ളത്. നമ്മുടെ കാർക്രാഡിലാണ് കേട്ടോ. അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് എയർപോർട്ടൊക്കെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് പുളിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പുളിക്കലിലുള്ള ആ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് ഇവരുടെ ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത്. ഒരു മേള പോലെയൊക്കെ ചെയ്യുന്നതാണ്. ഒരുപാടധികം വണ്ടികൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റിൽ ഏറ്റവും വില കുറച്ച് മഴക്കാലത്ത് എടുക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റ് വണ്ടികൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം. ഇവരുടെ ഈ ഒരു എപ്പിസോഡിന് മുമ്പ് നമ്മൾ വലിയ വണ്ടികളുടെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെ കയറി കണ്ടോളൂ. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോട്ടോ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ചെറിയ വണ്ടികളൊക്കെ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ സാബിദ്ക്ക് ഇവിടെ ഉണ്ട്. സാബിദ്ക്ക, വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലം ആയതുകൊണ്ട് വില കൂട്ടാണ്ട് കുറച്ച് വണ്ടി കൊടുത്തൂടെ? തീർച്ചയായിട്ടും കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. വളരെ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികൾ. ലോ ബഡ്ജറ്റ് ഉണ്ട്, ഹൈ ബഡ്ജറ്റ് ഉണ്ട്, രണ്ടും കൊടുക്കാം. ഞാൻ പറയുന്നത് കൂടുതലും ലോ ബഡ്ജറ്റ് ആയിരിക്കും എല്ലാവരും നോക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മോഡൽ കൂടിയ വലിയ വണ്ടികൾ, അതായത് കുറച്ച് പ്രൈസ് കൂടിയ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ. എല്ലാം കാണിച്ചു തരാം. ഇത് വന്നങ്ങ് തുടങ്ങിയാലോ? ചെറിയ വണ്ടി വളരെ വളരെ കുറഞ്ഞ പൈസയ്ക്ക്, അതായത് ഒരു അൾട്ടോൻ്റെ പൈസയ്ക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ കൊള്ളാവുന്നൊരു വണ്ടി അല്ലേ? മോഡൽ ഏതാ? ഇത് വരുന്ന 2006 മോഡൽ 7 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. പേപ്പർ ഉണ്ടോ? പേപ്പർ 5 വർഷത്തിൻ്റെ ഉള്ളിലുള്ള പേപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതായത് ഓൾറെഡി റിന്യൂവലൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. 6 മോഡൽ 7 രജിസ്ട്രേഷനുള്ള പെട്രോൾ വണ്ടിയാണ് കേട്ടോ. അതും പഴയ ഷേപ്പാണ്, പക്ഷേ പെയിൻ്റൊക്കെ റീപെയിൻ്റ് ആണ്, എന്നാലും വൃത്തിയുണ്ട് അല്ലേ? LXI ആണ് വരുന്നത്. LXI, അതായത് പവർ വിൻഡോസ് 2 ഉണ്ടോ? 2 പവർ വിൻഡോ ഉണ്ടോ? ഉണ്ടല്ലോ, 2 പവർ വിൻഡോ ഉണ്ട് കേട്ടോ. അതായത് സെപ്പറേറ്റ് ചെയ്തതാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഈ പഴയ വണ്ടിയായിട്ട് പോലും ഇതിൻ്റെ മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. അതുപോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. പിന്നെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഇല്ല, അപ്രോൺ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. അതെ അല്ലേ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അടിപൊളി. അതായത് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും സ്വിഫ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 1.20 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കാം. 1.20 കുറയും. അൾട്ടോന്റെ പൈസയ്ക്ക് സ്വിഫ്റ്റ് വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ കേട്ടോ. 1,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. ലോണൊന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല. സേട്ട് കിട്ടുമായിരിക്കും അല്ലേ? സേട്ടിനെ അടുപ്പിക്കാതിരിക്കാനുണ്ട്, വെറുതെ എന്തിനാ പാവങ്ങളില്ലേ? ഓക്കെ, നിങ്ങളൊരു പൈസ എന്തെങ്കിലും സ്വർണ്ണമൊക്കെ പണയം വെച്ചാൽ ചെറിയ പൈസ വരുള്ളൂ കേട്ടോ. അതങ്ങനെ നോക്കിയെടുത്തോ. സേട്ടു ലോണൊന്നും നോക്കുക വേണ്ട, നല്ല പലിശ വരും. പഴയ വണ്ടിയും കൂടിയാണ്. 1,20,000 രൂപയ്ക്ക് താല്പര്യം നോക്കിക്കോളൂ. അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് വരുന്നൊരു നീല വണ്ടി മാരുതി അല്ലേ? 2006 MPFI കേട്ടോ. 2006 MPFI അല്ലേ? AC ഇല്ലാത്ത വണ്ടി. AC ഇല്ല, അത്യാവശ്യം വൃത്തിയുണ്ട് അല്ലേ? അതെ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80,000 ജെന്യൂൻ ആണോ? ജെന്യൂൻ അതിൽ കാണിക്കുന്നത് അത്രയാണ്. ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഓവറോൾ വണ്ടീൻ്റെ ബോഡി ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 2006 വണ്ടിയും കൂടി ആയതുകൊണ്ട് നല്ലോണം ചെക്ക് ചെയ്തോ. എന്താ വില വരുന്നത്? മെക്കാനിക്കൽ ഓക്കെയാണ്, ഫിറ്റാണ് വണ്ടി. എന്താ വില? ഇത് 45 ആണ് വരുന്നുള്ളൂ. 45,000 രൂപയ്ക്ക് കൊടുക്കുക. അതായത് 2006 മോഡൽ MPFI ആണ്. മോശമില്ലാണ്ട് ഒരു 10-14 കിലോമീറ്റർ മൈലേജും കിട്ടും അല്ലേ? പിന്നെ മഴക്കാലം കഴിയുന്നവരെ ഓടിച്ചിട്ട് വിറ്റാലും നഷ്ടമൊന്നും വരില്ല. എന്തായാലും ഒരു 30 രൂപ കിട്ടും കേട്ടോ. ഒരു 10-15,000 രൂപ നിങ്ങൾക്ക് നഷ്ടം വന്നാൽ ആ ഉപയോഗിക്കുന്ന സമയത്തുള്ളത് അങ്ങ് ടാലി ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും
45,000 രൂപയ്ക്ക് മാരുതി വേണേൽ നോക്കിക്കോളൂ, ലോൺ കിട്ടില്ല. അതുപോലെ തന്നെ ഒരു അൾട്ടോ, ഇതോ ഇത് 2008 മോഡൽ LXI ആണ് വരുന്നത്. ഉള്ള വണ്ടിയാണ്, പവർ സ്റ്റാറിംഗ് AC ഒക്കെ വരുന്ന വണ്ടി. അടിപൊളി. 2008 പേപ്പർ ഇപ്പോൾ നിലവിൽ 3rd ഓണർഷിപ്പ് ആണ്. 5 വർഷത്തെ പേപ്പർ ഉണ്ടാവുമല്ലോ അല്ലേ? 8 എടുത്തതല്ലേ? 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ, ന്യൂ ഫിറ്റ്നസ് എല്ലാം ന്യൂ ടാക്സ് 5 വർഷത്തേക്കുള്ള. 2008 മോഡൽ അൾട്ടോ LXI. ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു 65-70% ഉണ്ട്. നല്ല നീറ്റ് ഇന്റീരിയർ, സീറ്റ് കവർ ഒന്നും മോശമില്ല. എത്രയ്ക്ക് കൊടുക്കാം? ഇത് ഒരു 95 ചോദിക്കുന്ന റേറ്റ് ആണ്. കുറച്ച് കൊടുക്കാം. 8 വണ്ടി അല്ലേ? അതായത് എനിക്ക് തോന്നുന്നു മെയിൻ ഗ്ലാസ് പോലും മാറാത്ത വണ്ടി കേട്ടോ അല്ലേ? 8 മെയിൻ ഗ്ലാസ് മാറാത്ത വണ്ടിയൊക്കെ കിട്ടൽ പാടാണ്. എന്തായാലും അത് മാറിയിട്ടില്ല. 95,000 രൂപ. 95,000 നെഗോഷ്യബിൾ ആണല്ലേ? ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് തരും കേട്ടോ. അതായത് നമ്മുടെ വീഡിയോ കണ്ടിരുന്നു എന്ന് പറയാ, ഇതിൻ്റെ അകത്തുനിന്ന് എന്തായാലും കുറയാനില്ലേ? കുറച്ച് തരാം. ഓക്കെ, പറഞ്ഞ പോലെ ലോണൊന്നും ഇടരുത്, സേട്ടുമാരെ ഒട്ടും ഇടരുത്. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് വരുന്നത് ആൾട്ടോ 2017 മോഡലാണ്. ഇത് 3rd ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. 17 3rd ഓണർഷിപ്പ് അല്ലേ? ഫ്രണ്ടിലെ ഗ്ലാസ് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് മേജർ ഇടിയാണ്, ഉള്ളോട്ട് കയറിയിട്ടുണ്ടോ? ഇല്ല, അപ്രോണ് കാര്യങ്ങൾ വർക്ക് എടുത്തിട്ടില്ല. മൈനർ ആണ് അല്ലേ? ബോണറ്റ് കയറിയിട്ട് ഗ്ലാസ് നമുക്ക് തട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഫ്രണ്ടിലെ ഈ റേഡിയേറ്റർ യൂണിറ്റ് അങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നും ഇല്ല. നിലവിൽ പക്കയല്ലേ? പക്ക. എത്ര ഓടിയിട്ടുണ്ട്? ഇത് വരുന്നത് അറൌണ്ട് 1 lakhന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് അല്ലേ? മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? സിംഗിൾ ഓണർഷിപ്പ് അല്ല വരുന്നത്. 2017 മോഡലിൽ നിന്ന് ആലോചിക്കണം. 17 ഒന്നിന്റെ അടുത്ത് ഓടി, പക്ഷെ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് കൊടുത്തുകൂടെ? LXI വരുന്നുണ്ട്, AC പവർ സ്റ്റാറിംഗ് വരും, 2 door പവർ വിൻഡോയും വരും അല്ലേ? സീറ്റ് കവറൊക്കെ എനിക്ക് തോന്നുന്നു അന്നത്തെ സീറ്റ് കവർ ആട്ടോ, ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. ചില്ലറ പൈസ അല്ലേ? 1,800 രൂപയ്ക്ക് കോയമ്പത്തൂരിൽ നിന്ന് സീറ്റ് കവർ വേണമെങ്കിൽ നമ്മുടെ മറ്റേ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്, വിളിച്ചാൽ മതി അല്ലേ? അതെ. ഒരു 1,800 രൂപയ്ക്ക് സീറ്റ് കിട്ടും 4 എണ്ണം. അതെ. ഇത് 1,85,000 കൊടുക്കാം. 2.25 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാം. 2.5 ഫിനാൻസും ചെയ്യാം. അടിപൊളി. 1,85,000 രൂപയ്ക്ക് 2017 വണ്ടി. ചെറിയ 2 റീപ്ലേസ് ഉണ്ട്, മേജർ അല്ല. ചെക്ക് ചെയ്തോളൂ. വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നോക്കിയിട്ട് അത് പറ്റൂലെങ്കിൽ മാത്രം ഇത് വന്നെടുത്താൽ അല്ലേ? വേറെ എവിടെയും കിട്ടൂല എന്ന് ഉറപ്പുണ്ടായാലും 1,85,000 രൂപ കിട്ടോ? 1.95 2 ലക്ഷം രൂപ ചോദിച്ചിരുന്ന റേറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കുറച്ചാണല്ലേ? ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു 10,25,000 30,000 രൂപയുടെ അടുത്ത് അങ്ങോട്ട് ഫൈനലാട്ടോ. 185 ഫൈനലാണല്ലേ? അതിൽ കുറയാനില്ല കേട്ടോ. ഇയോൺ ആണെങ്കിലോ? ഇത് 2012 മോഡലാണ്. 12 ആണ്. അതായത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇയോൺ ആണ്. ചെറിയ എന്താ പറയാ, പ്ലസ് ആണ് വരുന്നത്. പെയിന്റ് ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. 2012 ആണ്. ഗ്ലാസിന് ചെറിയ പൊട്ടും വരുന്നുണ്ട്. അതെ, ചെറുതായിട്ട് വൃത്തിയാക്കാണ്ട് ലോൺ ചെയ്യാം, ഫുൾ ലോൺ ചെയ്യാന്നുള്ള ഗ്യാരണ്ടിയാണ്. ഉറപ്പല്ലേ? അതായത് ഇതിന്റെ ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഈ സൈഡിലൊക്കെ ബോഡി വൈസ് ഒക്കെ ചെറിയ പെയിന്റ് ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം കൂടി ഒരു 10 രൂപ മുടക്കിയാൽ നല്ല ക്ലീൻ ആക്കി എടുക്കാം അല്ലേ? അതെ. ഇറാ പ്ലസ് ആണ്, AC പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്ന വണ്ടി. ഇത് 2 door വിൻഡോ വരുമല്ലോ? 2 door വിൻഡോ ഉണ്ടല്ലോ. അതെ. ഓക്കെ, മെയിൻ ഗ്ലാസ് വേണേ മാറിയാൽ മതി. ചെറിയ 2 പൊട്ടൽ മാത്രമേ ഉള്ളൂ. അറൌണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് ഇപ്പോൾ ഓൾറെഡി മാറിയിട്ടില്ലല്ലോ? മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, ഗ്ലാസിന് ചെറിയ പൊട്ട് വരുന്നുണ്ട്. 12 വണ്ടി, ഒരു 1 lakh ഓടിയ വണ്ടി. എന്താ വില? 135 ആണ് ഇവിടെ എക്സ്പെക്ടേഷൻ. ആൾട്ടോ കിട്ടൂല്ലോ ഈ പറഞ്ഞ പൈസക്ക്? കുറച്ച് കൊടുക്കാം അല്ലേ? ഒരു 125 കൊടുക്കാൻ പറ്റുമോ? അടിപൊളി. അതായത് 2012 ആൾട്ടോ നിങ്ങൾക്ക് കിട്ടൂല 125-ന്. അതിന് പകരം നിങ്ങൾക്ക് ഈ ഇയോൺ എടുത്തുകൊണ്ട് പോകാം. മൈലേജ് ഉള്ള നല്ല വണ്ടി കേട്ടോ, ചെക്ക് ചെയ്തെടുത്തോ. ഇനി സെലേറിയോ വരുന്നത് 2017 വണ്ടിയാണ്. അതായത് ന്യൂ ഷേപ്പ് വന്ന ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ. ഓക്കെ, 17 ഓട്ടോ എത്രയാ? ഇത് വരുന്നത് 2 പീസ് റീപ്ലേസ് വരുന്നുണ്ട്. 2017 ആണ്. 62,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി. ലോൺ ചെയ്യുന്നവർക്കുള്ള ബെനിഫിറ്റ് ഉള്ളൂ. കെ സീരീസ് എഞ്ചിൻ വരുന്നതാണ്. ഇത് കിലോമീറ്റർ എത്ര? AMT ഗിയർ ആണ് വരുന്നത്. AMT ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണല്ലേ? ZXI ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. അതായത് ZXI ഓട്ടോമാറ്റിക് ആണ്. പിന്നെ 62,000 ഓടിയിട്ടുള്ളൂ അല്ലേ? 62,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 2ാമത്തെ ഓണർഷിപ്പിലേക്ക് ജസ്റ്റ് മാറിയിട്ടുണ്ട്. അതായത് ഇതിന്റെ മെയിൻ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ? 2 പീസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ഉണ്ട്. അത് മേജർ ആണോ? മേജർ അല്ല. ഉള്ളോട്ടൊന്നും കയറിയില്ല എന്ന് ഉറപ്പല്ലേ? ഇല്ല, അത് ചെക്ക് ചെയ്യാം. ഒരു 9 ഇഞ്ച് സ്ക്രീനൊക്കെ വെച്ച് വണ്ടി നല്ല കിടുവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ടയർ മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ടയറും ഉണ്ട്. എത്രയ്ക്ക് കൊടുക്കാം? ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഇത് 3.75 ആണ് ആസ്കിങ്. നമുക്ക് സംസാരിച്ച് കുറച്ച് കൊടുത്തൂടെ? കസ്റ്റമറോട് ചോദിച്ചിട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. അതായത് 17 മോഡല് ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം. 3,75,000 രൂപ, അതും 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസ് മാക്സിമം കുറച്ച് തരും. ഫുൾ ലോണും കയറും അല്ലേ? ഫുൾ ലോൺ ചെയ്യും. ഒരു പോലും വേണ്ട. ഓക്കെ, പ്രൊഫൈൽ പക്കയായിരിക്കും കേട്ടോ. സ്റ്റാർ ആണ് വരുന്നത്. 2009 ന്യൂ ഫിറ്റ്നസ്, ന്യൂ പേപ്പർ കേട്ടോ. ഓക്കെ, 4 ടയറിലല്ല, 2 ടയർ പുത്തൻ ടയർ. ബാക്കിൽ 2 കുറവാണ്. ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്. ഈ 2009 ഓട്ടം ഞാൻ പറയുന്നില്ല, ഏകദേശം 1ന്റെ പുറത്ത് ഓടി ഉണ്ടാവും അല്ലേ? അതെ.
ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് പിന്നെ വില എന്താ ചോദിക്കുന്നത്? 125 ആണ് ചോദിക്കുന്നുള്ളൂ. 2009 വണ്ടി 1,25,000 രൂപ. നല്ല ക്ലീൻ ഇന്റീരിയർ, സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ടയർസ് കാര്യങ്ങളൊക്കെ 4 ഡോർ വാറിന്റെ VXI ആണ് വരുന്നത്. VXI ആണ്. ഓക്കെ. പിന്നെ മോശമില്ലാത്തൊരു കളറാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി വൃത്തിയുണ്ട് കേട്ടോ. വണ്ടി കുഴപ്പമൊന്നുമില്ല. കുറച്ച് റീപെയിൻ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ റിന്യൂവൽ എടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും അല്ലേ? അതെ. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് വണ്ടി വൃത്തിയാക്കിയതാണ്. 1,25,000. അതെ. നെഗോഷ്യബിൾ ആവാനുണ്ടോ? കുറച്ച് തന്നെ കൊടുക്കാം. കുറച്ച് കൊടുക്കാം അല്ലേ? നോക്കിക്കോളൂ കേട്ടോ. 1,25,000. ഇപ്പോൾ ഈ കാണിച്ചതെല്ലാം അത്രയ്ക്ക് ലോ ബഡ്ജറ്റിൽ 2 ലക്ഷം റുപ്യനുള്ളിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഈ കാണിച്ചത് മുഴുവനും. ഇത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് കുറച്ച് മാക്സിമം സ്പെഷ്യൽ ഓഫർ ഇട്ടാണ് കൊടുക്കാം അല്ലേ? പക്ഷേ ഇത് കുറച്ച് വില 18 മോഡല് ലിവാണ്. ഇത് കേരള വണ്ടിയാ? ഇത് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് ആണ്. 18 മോഡല് ഡീസൽ വണ്ടി, 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20-25. ഹൈവേയിലൊക്കെ സുഖമായിട്ട് 25 കിട്ടും കേട്ടോ. ട്രാഫിക്കിൽ നിങ്ങളൊരു 18-20 ഒക്കെ കൂട്ടിക്കോ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ വണ്ടി ആയതുകൊണ്ട് തല്ലിക്കൊന്നാലും ചാവാത്തൊരു എഞ്ചിനാണ്. അതെ. 2 ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് 1 ലാക്ക് അബവ് ഓടിയിട്ടുണ്ട്. 1,15,000 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട്. അതൊരു കിലോമീറ്ററേ അല്ലാന്നേ ഞാൻ പറയുള്ളൂ അല്ലേ? ടൊയോട്ടനെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. മെയിൻ്റനൻസ് കുറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് മാക്സിമം ഒരു 570 നമ്മൾ ചോദിച്ചതാണ്. 570 മാക്സിമം റേറ്റ് ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് തന്നെ കൊടുക്കാം. ഒരു 5,00,000 ഒക്കെ താഴെ കിട്ടുമോ? നമുക്ക് മാക്സിമം നോക്കിയിട്ട് കസ്റ്റമർ വന്നോട്ടെ. ഇത് G ആണ്. എന്താ വേരിയന്റ് ഏതാ? ഇത് G4 ആണ്. ഇത് GD ആണ് വരിക. GD അല്ലേ? ഓക്കെ. അതായത് എന്താ പറയാ, മിഡിൽ ബേസ് അല്ല, അതിന്റെ മേലെ 4 ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും. SP ആണ് വരിക. SP അല്ലേ? SP എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ എഡിഷൻ വരുന്നതാണ്. പക്ഷെ നല്ല സീറ്റ് കവറൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ടോപ്പ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തോട്ടെ കേട്ടോ. ഏതാ? ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഉറപ്പായിട്ടും. അതെ, എവിടെ വേണേലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എന്നിട്ട് മാത്രം എടുത്താൽ മതി. വില എത്ര പറഞ്ഞത്? ഇത് വില വരുന്നത് 570 ആണ്. ശരി, 570 പറഞ്ഞു. അപ്പോൾ ഒരു 5,500 ഉള്ളിലൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും. കുറച്ച് കൊടുക്കാം. ഫുൾ ഓൺ കയറണ്ടല്ലേ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതെന്തായാലും നോക്കിക്കോട്ടെ. നല്ല മൈലേജ് കിട്ടും. സെയിം സാധനം ഒരെണ്ണം കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള വണ്ടി. ഇത് 2018 മോഡൽ ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. 840 ആണ് നമ്മൾ ചോദിച്ചറിയത്. ഇത് കസ്റ്റമർ ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ ആയിട്ട് വെച്ചാണ്. ഇത് ഓടിയത് എത്രയാ? ഇത് 80 ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. VXD ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് അന്നത്തെ. അതായത് അലോയ് വീൽസ്, ഡയമണ്ട് കട്ട് അലോയ് വീൽ ഉണ്ട്. പിന്നെ കുറച്ച് എലമെന്റ്സ് ഒക്കെ സെപ്പറേറ്റ് വരും. ടോപ്പൊക്കെ കമ്പനി തന്നെ. 80,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ക്ലീൻ വണ്ടി. ഓക്കെ. പ്രോപ്പർ ഹിസ്റ്ററി ഒക്കെ എടുത്ത് തരും കേട്ടോ. പക്ഷേ ഇത് നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആണ്. ഒരു കുഴപ്പമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ടയർ ഉണ്ട്. ഓവറോൾ ബോഡിയിലൊന്നും ഒരു സ്ക്രാച്ച് പോലും ഇല്ല കേട്ടോ. ഒന്നും മാറിയിട്ടുമില്ല. 8,40,000 40 അല്ലേ? അത് ഇച്ചിരി കൂടുതലല്ലേ? കൂടുതലല്ലാന്ന് നമ്മൾ പറയില്ല. കസ്റ്റമർ വന്നിട്ട് ഇവിടെ ഇത്രയും കൊടുത്തുവിടാന്ന് ചോദിച്ചിട്ട് വെച്ചാണ് റേറ്റിംഗ് കളഞ്ഞ ഇട്ടാളിന്ന് പറഞ്ഞു. ഓക്കെ. അതായത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇവിടെ വരിക, ഈ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിക്കുക. ഇവര് കസ്റ്റമറെ വിളിക്കും അല്ലേ? അതെ. ഡയറക്റ്റ് മുട്ടിച്ചങ്ങ് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാക്സിമം അവരോട് തന്നെ ഡയറക്റ്റ് സംസാരിക്കാം. മാക്സിമം വില കുറച്ചെടുക്കാം. 840 ആസ്കിങ് മാത്രമാണ്. നോക്കിക്കോളൂ. പിന്നെ കേരള വണ്ടിയൊക്കെ വിലയുണ്ട്, പക്ഷെ അത്രയില്ല. കുറയ്ക്കാൻ പറ്റും. അതെ. ഇനി വാഗണർ വരുന്നത് 2014 LXI വേരിയന്റ് 2ാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. 14 LXI അല്ലേ? അതായത് 89,000 കിലോമീറ്റർ ജെന്യൂൻ അല്ലാന്നാ പറഞ്ഞു. അല്ല. പക്ഷെ വണ്ടി നല്ല വണ്ടിയാ, ക്വാളിറ്റി ഉള്ള വണ്ടിയാ കേട്ടോ. അതെ അല്ലേ? റീപ്ലേസ് കാര്യങ്ങളായിട്ട് വരുന്നത് എന്തോ ഫ്രണ്ടിലെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ബോണ്ട് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. പിന്നെ 14 LXI ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോയെ വരുള്ളൂ. കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ജെന്യൂൻ അല്ലാന്ന് തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട്. എന്താ വില വരുന്നത് 14 വണ്ടി? 265 വരുന്നുള്ളൂ. 265 ലാക്ക് വരെ വിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ 14 വണ്ടിയല്ല മാക്സിമം വിൽക്കാലോ. പിന്നെ എല്ലാത്തിനും കൊണ്ടാകും മാക്സിമം കുറച്ച് ചെയ്യാട്ടോ. ഓക്കെ. നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? 265 ഇവരുടെ ആസ്കിംഗ് പ്രൈസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു 2,500 ഉള്ളിൽ മാക്സിമം തരാൻ പറ്റും അല്ലേ? ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ നോക്കിക്കോളൂ. 14 LXI ആണ് കേട്ടോ. കിലോമീറ്ററിന്റെ കാര്യം നോക്കിക്കോളൂ. അതുപോലെ തന്നെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബാക്കി ചെക്ക് ചെയ്യുക. ലോ ബഡ്ജറ്റ് വണ്ടികൾ, പഴയ വണ്ടികൾ എവിടുന്ന് എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. ഓൾറെഡി നിങ്ങൾക്ക് ഡിക്കി ഇല്ലാത്ത ലിവ കാണിച്ചു. ഇനി ഡിക്കി ഉള്ള എറ്റിയോസ് വേണമെങ്കിൽ അല്ലേ? സെഡാൻ വണ്ടി വേണമെങ്കിൽ ടൊയോട്ടൻ്റെ. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് കേരള വണ്ടിയാണ്. 2015 GDSP ആണ് വരിക. അതായത് ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ, ഒറിജിനൽ കേരള വണ്ടി. എയർ ബാഗ് ABS ഒക്കെ വരുന്ന വണ്ടി കേട്ടോ. അതെ. 15 വണ്ടിയാണ്. ടയർ ഭാഗങ്ങൾ മോശമില്ല. ഒരു 75-80% ഉണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേരള വണ്ടി കിട്ടാൻ ഭയങ്കര പണിയല്ലേ? വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി. അതായത് ഒരു ഡോക്ടറിന്റെ സിമ്പിൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ സിംഗിൾ ഓണർ ആണോ എന്ന് ചോദിച്ചേ. അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഡോക്ടർ ഓണർ വണ്ടിക്കൊന്നും പഴയ വില ഇല്ല ഇപ്പൊ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അഡീഷണൽ പോളിഷ് ഒക്കെ ചെയ്ത് വെച്ച വണ്ടി കേട്ടോ. ഓട്ടം
കിലോമീറ്റർ അറൗണ്ട് 1 lakh above ഓടിയിട്ടുണ്ട്. അതൊരു സർവീസ് ഉള്ള വണ്ടി അല്ലേ? 1 lakh above എന്ന് പറയുന്നത് ഓടി വണ്ടി എടുക്കണം. വിഷയമേ ഉള്ള കേസല്ല. ഒരു റീപ്ലേസും ഇല്ലാത്ത ക്ലീൻ വണ്ടി, ഒറിജിനൽ കേരള വണ്ടി 2015 1 lakh above ഓടിയിട്ടുണ്ട്. മോശമില്ലാത്ത ഇന്റീരിയർ അല്ലേ? സീറ്റ് കവർ ഒന്ന് ചെയ്താൽ ഒന്നുകൂടി വൃത്തിയാവും. എന്താ വില? മറ്റേ റെക്സിൻ ടൈപ്പ് ആണ് വരുന്നത്. അതെ, കമ്പനി വന്ന സാധനം കേട്ടോ. എന്താ വില വരുന്നത്? വില 560 ആണ് നമ്മൾ ഇവിടെ ചോദിച്ച റേറ്റ്. നമുക്ക് മാക്സിമം അത് റേറ്റ് കുറച്ചൊന്നും ചെയ്യാം. ഓക്കെ, അതായത് 2015 ഒറിജിനൽ കേരള ആയതുകൊണ്ടാട്ടോ 560 ചോദിക്കുന്നത്. റീ വേണ്ടവർക്ക് റീ കൊടുക്കാം. അതെ, നല്ലോണം വില കുറച്ച് തരാൻ പറ്റിയ സാധനം. ഇത് 15 ആണ്. സെയിം വണ്ടി അല്ലേ? അതെ, ഇതിന് വേണ്ടി ഒരു റുപ്യ കുറച്ച് കൊടുക്കാം. അടിപൊളി. അതായത് പിന്നെ അത് ശരിക്കും 5.25 അല്ലേ നമ്മൾ പറഞ്ഞത്? 560 ആണ്. 560. ഇതിപ്പോ എത്ര? 460. 4.25 കൊടുക്കാം. 4.25. ഓക്കെ, അപ്പോൾ 1 lakhലും കുറഞ്ഞ ഇരട്ടി പൈസ കുറഞ്ഞു കിട്ടും. അതായത് 2015 മോഡൽ റീ വണ്ടിയാണ്, എറ്റിയോസ് ആണ്. 1,35,000 കിലോമീറ്റർ അതിൽ കാണിക്കുന്നുണ്ട് അല്ലേ? അത് ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ, നല്ല സീറ്റ് കവറൊക്കെ ഉണ്ട്. ഒന്നൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അല്ലേ? അടിപൊളി വണ്ടി. വേറെ അപാകതകളൊന്നുമില്ല, റീപ്ലേസ് ഇല്ലല്ലോ? മേജർ റീപ്ലേസുകളൊന്നുമില്ല, ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടാ കൊടുക്കുക. അതെ, അതായത് മെയിൻ ഗ്ലാസ് പോലും മാറാത്ത റീ വണ്ടിയാണ് കേട്ടോ. ഇതിലും ടയർ ഭാഗങ്ങൾ ഫ്രണ്ടിൽ അത്യാവശ്യം 2 ടയർ പുതിയ ടയറാണ് കേട്ടോ. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല കേട്ടോ, പക്ക ഒറിജിനൽ ഗ്ലാസ് ആണ് വരുന്നത്. 4,25,000. 4,25,000 കൊടുക്കാം. 15 വണ്ടി കിലോമീറ്റർ. പിന്നെ ടൊയോട്ടയ്ക്ക് വിഷയമില്ല, എന്നാലും ചെക്ക് ചെയ്തോളൂ എത്ര ഓടിയെന്ന് അറിയണല്ലോ, ചെക്ക് ചെയ്തോളൂ. 4,25,000 ഫുൾ ലോണും കിട്ടും അതിന്. ലോണൊക്കെ ഫുള്ള് ചെയ്യാം, എല്ലാത്തിനും ചെയ്യാം കേട്ടോ. ഇതിനൊക്കെ ഫുൾ ലോൺ ചെയ്യാം. അടുത്തതും ഒരു സെഡാൻ വണ്ടി, നിസാൻ സണ്ണി. ഇത് ഡീസലാ? സണ്ണി വരുന്നത് XL ഡീസൽ 2012 മോഡൽ വണ്ടി കേട്ടോ. ഇത് ഫുൾ ലോൺ കയറും? ഫുൾ ലോൺ ചെയ്യാം. 2 lakh above എങ്ങനെയാലും ചെയ്യാം. അതായത് 20-ന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി വേണമെങ്കിൽ മിഡിൽ ഓപ്ഷൻ, അതായത് XL ആണ് വരുന്നത്. ബട്ടൺ ചാർട്ടൊന്നും ഉണ്ടാവില്ല. ബാക്കി ഫോട്ടോ വിൻഡോയും പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരും. ടയറും മോശമല്ല, ഫ്രണ്ട് മോശമില്ല കേട്ടോ, ബാക്ക് ലേശം മോശമാണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ. 18-ൽ റീപ്ലേസ് ആയതാണല്ലേ? അതെ. ഓക്കെ, ഇത് നമുക്ക് കമ്പനി സർവീസ് ഉള്ള വണ്ടി. 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. ഹിസ്റ്ററി പക്ക. ഓക്കെ, മെയിൻ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ, ബോണ്ട് മാറിയിട്ടില്ല. എന്താ റേറ്റ് വരുന്നത്? റേറ്റ് വരുന്നത് 265 വരുന്നുള്ളൂ. കുറച്ച് കൊടുക്കാം കേട്ടോ. കുറയും. അടിപൊളി. അപ്പോൾ 2.5 ഉള്ളിൽ കിട്ടും, ഫുൾ ലോണും കിട്ടും, 1 രൂപ പോലും മുടക്കണ്ട. അതായത് ഈ വണ്ടി നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതായത് ടാക്സി ആക്കാനുള്ള ഒരു ധൈര്യമായിട്ട് എടുത്തോ. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. 2,50,000 ഉള്ളിൽ കിട്ടും, ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇനി സെയിം സാധനം നിസാൻ്റെ തന്നെ മൈക്രോ ആക്റ്റീവ് പെട്രോൾ ആണ് കേട്ടോ. 1.2 ലിറ്റർ ഒരു സ്വിഫ്റ്റ് എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റും. മോഡല് വരുന്നത് 2015 സിംഗിൾ ഓണർ വണ്ടി. 15 സിംഗിൾ ഓണർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, സൈഡ് ഗ്ലാസുകൾ ഒന്നും തന്നെ ഒന്നുമില്ല അല്ലേ? ടയർ ഭാഗങ്ങളുണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു ബാക്ക് കുറവാണ്, ഫ്രണ്ടിൽ ഒരു 60% കൂട്ടിയാൽ മതി. പെട്രോളിൽ അത്യാവശ്യം ഒരു 15-16 മൈലേജ് കിട്ടൂലേ? അതെ, പെട്രോള് മൈലേജ് ഉള്ള വണ്ടി. XV എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. അതായത് XV ആണ്, പക്ഷെ എന്നിരുന്നാലും ഇതിൽ ബട്ടൺ ഷാട്ട് ഒന്നും വരില്ല കേട്ടോ. ആക്റ്റീവ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഓപ്ഷനാണ്. XV ആണെങ്കിലും ബട്ടൺ ഷാട്ട് വരില്ല, അലോയ് വീല് വരില്ല, ഒന്നും വരില്ല. എന്താ റേറ്റ്? ഇത് വരുന്നത് 295 വരുന്നുള്ളൂ. ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. 15 അല്ലേ? അടിപൊളി. അതായത് 15 വണ്ടി കേട്ടോ. 295 പറയുന്നത് സിംഗിൾ ഓണർ വണ്ടി. 1 lakh ഓടിയിട്ടുണ്ടാവും. നല്ല വണ്ടി കേട്ടോ. പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് നല്ല വണ്ടി. 1 ലക്ഷം ഓടിയിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും വരാനില്ല. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഒരു റീപ്ലേസും ഇല്ലാത്ത വണ്ടി, ഫുൾ ഓണിൽ 295 നെഗോഷ്യബിൾ പ്രൈസിൽ എടുത്തുകൊണ്ട് പോകാം കേട്ടോ. ഇതാണെങ്കിലോ ഡീസലാ? അമേസ് SP ആണ് വരുന്നത്. ഡീസൽ. എനിക്കൊന്ന് റീയാൻ തോന്നുന്നല്ലോ. റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. 2013 ആണ് വരുന്നത്. ഹിസ്റ്ററി വേണ്ടവർക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. എത്ര ഓടിയിട്ടുണ്ട്? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത 1 lakh above ഓടിയ വണ്ടി. 1 lakh above ഓടിയിട്ടുണ്ട് അല്ലേ? പിന്നെ ഡീസലാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും. XV എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു XV അല്ല, ഇതെന്താ SV അല്ലേ? ഓക്കെ, XV അല്ല SV ആണ് കേട്ടോ. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അലോയ് വീൽസ് കാര്യങ്ങളൊന്നും വരില്ല എന്ന് തോന്നുന്നു അല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. 4 door വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം വരും. ബോഡി വൈസ് പ്രശ്നമൊന്നുമില്ല. ഇവിടെ പേപ്പർ ആയതല്ലേ ഇത് ഇവിടുന്ന് പേപ്പറായ വണ്ടി കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങോട്ട് നമ്പർ ആയിട്ടുണ്ട്. 1 lakh അറൗണ്ട് ഓടിയെന്ന് പറഞ്ഞു. പിന്നെ നല്ല മൈലേജ് ഉള്ളൊരു സെഡാൻ വണ്ടി വേണമെങ്കിൽ ഇത് ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ ചെയ്യാം നമുക്ക്. 13 അല്ലേ? എന്താ റേറ്റ്? 325 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കാം. കുറയും. ഓക്കെ, മാക്സിമം കുറച്ച് തരും. ഫുൾ ലോണും ചെയ്ത് തരും കേട്ടോ. 3,25,000 രൂപ ആസ്കിംഗ് ആണ്. 13 ഡീസൽ റീ ആണ്. ഫുൾ ലോണിൽ എടുക്കാൻ പറ്റും. ഓൾറെഡി പേപ്പർ ആയതാണ്. അത്യാവശ്യം നല്ല മോഡൽ കൂടിയ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്ലീൻ ഒരു കിഡ് കാണിച്ചു തരാം. അതും ഫുൾ ലോണിൽ അല്ലേ? മോഡൽ 2017 മോഡലാണ്. 18 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 17-18 വണ്ടി. RXL ആണ് കേട്ടോ. RXL സിംഗിൾ ഓണറാ? ഇത് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി. എത്ര? 73,000 കിലോമീറ്റർ. 73,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി. ടയർ ഭാഗങ്ങളുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ. പിന്നെ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? ഹിസ്റ്ററി കൊടുക്കാം. ഓക്കെ, കാര്യമായിട്ടൊന്നും മാറിയിട്ടില്ല. നല്ല നീറ്റ് വണ്ടി.
ടയർ ഫ്രണ്ടിൽ എന്തായാലും പുതിയ ടയറും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 240 വരുന്നത്, കുറച്ച് കൊടുക്കാം. 17 മോഡൽ 18 വണ്ടി 2,40,000 രൂപയ്ക്ക്. ഇത് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയും കൂടിയാണ് കേട്ടോ. ഇത് നോക്കിക്കോളൂ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് എടുത്തോ. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പറ്റാത്ത ഒരു 4-5 റിറ്റ്സ് കിടപ്പുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്വിഫ്റ്റ് ഉണ്ട്, കുറച്ച് പോളോ ഉണ്ട്. ഇതിൻ്റെയൊക്കെ റീല് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. ഒരു കാരണവശാലും മിസ് ചെയ്യാണ്ട് കയറി കാണണം. കാരണം അതിലൊക്കെ നല്ല ബഡ്ജറ്റിൽ നല്ലോണം റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് മിസ് ചെയ്യണ്ട കേട്ടോ. ശരിക്കും നമ്മുടെ എലൈറ്റ് ഷേപ്പിലുള്ള ഒരു i20 നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ വണ്ടി. ഫ്ലൂയിഡിക് ടൈപ്പാണ്. സോറി, എലൈറ്റ് അല്ല, ഫ്ലൂയിഡിക് കേട്ടോ. ഫ്ലൂയിഡിക് ശരിക്കും ഏതാ മോഡല്? 2013 രജിസ്ട്രേഷൻ, 12 മാനുഫാക്ചർ വരുന്ന വണ്ടി കേട്ടോ. 12 മാനുഫാക്ചറിങ് 13 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ. ഇത് ഏതാ വേരിയന്റ്? ഇത് മാഗ്നയാണ്. മാഗ്ന 2 മാഗ്ന നമ്മളത് റെഡി സ്റ്റോക്ക് ഉണ്ട്. അത് രണ്ടും ഡീസൽ അല്ലേ? രണ്ടും ഡീസൽ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. മറ്റേത് അത്യാവശ്യം നല്ല ക്ലീൻ ഇന്റീരിയർ, മോശമില്ലാത്ത കണ്ടീഷൻ, മെക്കാനിക്കൽ ഗുഡ് ആണല്ലേ? പുതിയ ക്ലച്ച് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി വണ്ടി. 1,03,000 ഓടിയിട്ടുള്ളത്. ചെക്ക് ചെയ്തോളൂ, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 13 വണ്ടിയാണ്. ടയറും നല്ല കട്ട ടയർ ഉണ്ട് കേട്ടോ. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ. പിന്നെ ഈ ഹ്യുണ്ടായിൽ ഇത് കംപ്ലൈൻസ് ഉണ്ടോ? കാര്യമായ ഏതാ കംപ്ലൈൻസ് ഉണ്ടോ വണ്ടിക്ക്? ഡീസൽ വണ്ടിക്ക് ഇതിന് ഇല്ല. ഇതിന് മെക്കാനിക്കൽ ഗുഡാ. ഓക്കെ, അടിപൊളി വണ്ടി. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി വേണമെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. അത്യാവശ്യം മോഡിഫൈ ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. ചെക്കന്മാർക്കൊക്കെ പറ്റിയ സാധനം. അതും ലോ ബഡ്ജറ്റിൽ തരാൻ പറ്റും, ഫുൾ ലോണും തരാൻ പറ്റും അല്ലേ? അതെ. 260 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കാം. ഒരു 2.5 ഉള്ളിൽ നിങ്ങൾക്ക് തരും. കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും. നിങ്ങൾ ഇവിടെ വരിക, ബാർഗൈനിങ് സ്കില്ലൊക്കെ ഒന്ന് പുറത്തെടുക്കുക അല്ലേ? അതെ. നിങ്ങൾക്ക് മാക്സിമം ചെയ്തു തരും കേട്ടോ. ഫുൾ ലോണും ചെയ്തു തരും. അത് സെയിം സാധനം. ഇത് ഏതാ മോഡൽ? 2013 വണ്ടി കേട്ടോ. സെയിം 13 തന്നെ. മാഗ്ന തന്നെ അല്ലേ? അപ്പോൾ നേരത്തെ കാണിച്ച സെയിം സാധനം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടില്ല, മറ്റേത് ആക്കിയതാണ്. ടയർ ഭാഗങ്ങൾ സെയിം ആണ് കേട്ടോ, നല്ല കട്ടയുണ്ട്. ഇത് നമുക്ക് സിംഗിൾ ഓണർ വണ്ടി. ഇത് 1.15 ഓടിയിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് എടുത്താൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി, ഫുൾ ഓൺ കയറ്റി കൊടുക്കാൻ വേണ്ടി വണ്ടി കേട്ടോ. എത്രയ്ക്ക് കൊടുക്കാം? 185 ആണ് നമ്മളിവിടെ ചോദിക്കുന്നത്. 285. സോറി, അതുകൊണ്ട് ചെറിയൊരു മാറ്റം വന്നേ റേറ്റിൽ. സെയിം വണ്ടി അല്ലേ? സെയിം വണ്ടി. അത് എന്ന് വെച്ചാൽ സിംഗിൾ ഓണർ വണ്ടി. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വണ്ടി ചെറിയ മാറ്റം എന്ന് വെച്ചാൽ 13 മോഡലുണ്ട്. മറ്റേത് 13 അല്ലേ നമ്മൾ പറഞ്ഞത്? 295 ആണ് നമ്മൾ ഇവിടെ ഇട്ട പ്രൈസ് റേറ്റ് അല്ലേ? 85 താഴെയായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതെന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല റേറ്റിൽ തന്നെ തരും. അതായത് വണ്ടീൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ചെറിയ മാറ്റങ്ങൾ പ്രൈസിൽ വരുന്നത്. എന്തായാലും എനിക്കിപ്പോൾ പുറമേ നോക്കുമ്പോൾ രണ്ടും നല്ല ക്ലീൻ ആണ്. ഇതും ക്ലീൻ ആണ്, അതും ക്ലീൻ ആണ് അല്ലേ? പിന്നെ ഞാൻ എല്ലാ വണ്ടികളിലും ക്ലീൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും എനിക്ക് എൻ്റെ ഹിസ്റ്ററി എടുക്കാനൊന്നും നടക്കില്ല. കാരണം ഇത്രയും വണ്ടികൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന. അപ്പോൾ അത് ഞാനിപ്പോൾ കാണുന്ന കണ്ടീഷനിൽ, ഇപ്പോൾ ഈ കാണുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ ബോഡി എവിടെയും പ്രശ്നങ്ങളില്ല, മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളുണ്ട്, ഇൻറ്റീരിയർ നീറ്റാണ്. അതാണ് ഞാൻ ക്ലീൻ ആണെന്ന് പറയുന്നത്. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ ഒരിക്കലും നല്ലതെന്ന് ഞാൻ പറയില്ല, അത് ഇവരെ പറയുള്ളൂ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അല്ലേ? അതല്ലേ കറക്റ്റ്? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് 285 എടുക്കാം, ഫുൾ ലോണിൽ കൊണ്ടുപോകാം കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി വളരെ വില കുറച്ച് തരാൻ പറ്റും. അത് മാരുതിയുടെ SX4 ആണ് കേട്ടോ. അതും മോഡല് 2010 മോഡല് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ ആണല്ലേ? അതായത് 2010 ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. വളരെ വില കുറച്ച് 2 ലക്ഷം ഉറുപ്പിനുള്ളിൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. ഇത് എടുക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 4 പുത്തൻ ടയർ അല്ലേ? റോട്ടിൽ ഓടാത്ത ടയറാണ്. ടയർ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ വെറുതെ പറയാന്ന് പറയണ്ട. അതുപോലെ തന്നെ ബോഡി വൈസ് ചെറിയ പെയിന്റ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ടല്ലേ? അത്രേ ഉള്ളൂ, പോളിഷിംഗ് മാത്രമേ ഉള്ളൂ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ZX ചെയ്യാം. വണ്ടി അതായത് പെട്രോളിൽ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി. ഒരു 10-13 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. അതിനകത്ത് മറ്റേ ഒരു ഭീകരനാണല്ലോ അതിൻ്റെ അകത്ത് മറ്റേ മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതായത് നമ്മൾ ആ കണ്ണാടിയിൽ വെക്കുന്ന സാധനം ഒരു ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്ട് അതൊക്കെ ഊരി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ സാധനം വേറെ ഉണ്ടല്ലോ, 9 ഇഞ്ചിൻ്റെ സ്ക്രീനൊക്കെ, അതൊക്കെ വെച്ചാൽ മതി. ഒരു റീപ്ലേസും ഇല്ലാത്ത നല്ല സീറ്റ് കവർ, ക്ലീൻ വണ്ടി. ഇത് ഓട്ടോ എത്രയാണ്? ഓട്ടോ അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി കേട്ടോ. ഹിസ്റ്ററി ഉണ്ട് അല്ലേ? അതും 10 സിംഗിൾ ഓണർ, ഒരു റീപ്ലേസും ഇല്ലാത്ത കട്ട ടയറുള്ള വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. എന്താ റേറ്റ്? 195. 195 കൊടുക്കാം. അതായത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, അതും ഇത്രയും വലിയ വണ്ടി നിങ്ങൾ നോക്കിക്കോളൂ. മൈലേജ് കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞല്ലോ 10-13 അല്ലേ? കുറവായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഇതാണ് നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും 1,95,000 ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ ചെയ്യാം. ലോൺ ചെയ്യാൻ നോക്കാൻ ചെക്ക് ചെയ്തിട്ട് പറയാം അല്ലേ? 10 ആയതുകൊണ്ട് അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പക്ഷേ പ്രൈവറ്റ് ഫിനാൻസ് ചിലപ്പോൾ കയറും. ഒരു 1 lakh അബോവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. മാക്സിമം നോക്കിയിട്ട് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ കിട്ടുമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല കിഡിലൻ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ഡീസൽ ജാസും കൂടി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണല്ലേ? ഇത് കേരള വണ്ടി തന്നെയാ? ഇത് ഒറിജിനൽ കേരള വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ് വരുന്നത്. സിംഗിൾ ഓണർ ആണ്. മോഡൽ ഏതാ? 2015 മോഡൽ ID ടെക് എഞ്ചിന്.
15 ID ടെക്, ശരിയും ഡീസൽ വണ്ടി കേട്ടോ, അത്രേ ഉള്ളൂ. 20-ൻ്റെ മേലെ മൈലേജ് കിട്ടുന്ന നല്ല ക്ലീൻ ഒരു ഫാമിലി വണ്ടി, ഒരു ക്ലാസ് വണ്ടി വേണമെങ്കിൽ ഇത് നോക്കണം. പിന്നെ ഹോണ്ടേൻ്റെ വണ്ടിയാണ്, അതായത് ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു എഞ്ചിൻ അല്ലേ. SV ആണ് കേട്ടോ വരിക. SV അല്ലേ. അന്നത്തെ എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ തന്നെ എന്ന് പറയാം അല്ലേ. അതെ അതെ. പക്ഷേ 15-ൽ സൺറൂഫ് ഒന്നും വരുന്നില്ല. ഇല്ല. ആ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ ലേശം കീറിയിട്ടുണ്ട്. വേറെ യാതൊരു കുഴപ്പവും നിലവിൽ പറയാനില്ല. മ്യൂസിക് സിസ്റ്റം സാധനങ്ങളൊക്കെ കമ്പനി വന്നതിന് ഒന്നും മാറിയിട്ടില്ല. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇല്ല, ചെക്ക് ചെയ്തിട്ട് പറയാം. കാര്യമായ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, മേജർ ഒന്നുമില്ല. ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു 70% കൂട്ടിയാൽ മതി. ഒരു 10,000 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ മാറേണ്ടി വരും. ഓട്ടോ എത്ര കിലോമീറ്റർ 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. 1.15 ഓടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഹിസ്റ്ററി എടുക്കുക, വണ്ടി കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കുക. ഡീസൽ വണ്ടികൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. പിന്നെ കംപ്ലൈൻറ്റ് സ്വതവേ ഇതിനില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എത്രയ്ക്ക് കൊടുക്കുക? ഇത് 4,90,000 വരുന്നുള്ളൂ. മാക്സിമം ഫിനാൻസ് ചെയ്യുക, കുറച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിവിടെ വരിക, ബാർഗെയിൻ ചെയ്യുക, നിങ്ങൾക്ക് കുറയാവുന്നതിൻ്റെ മാക്സിമം കുറച്ച് തരും. 4,90,000 രൂപ 2015 ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർക്രാഡിലെ ഈ ലോ ബഡ്ജറ്റ് എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു 4-5 ലോ ബഡ്ജറ്റ് വണ്ടികളും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് LXi വേരിയന്റ്. LXi ആണ്, പക്ഷേ ന്യൂ ഷേപ്പ് വണ്ടിയാണ്. മാത്രമല്ല ഇത് ശരിക്കും ഒരു വാഗണറിന്റെ പർപ്പസിൽ ഉപയോഗിക്കാം അല്ലേ. വാഗണറിന്റെ എഞ്ചിൻ സെയിം സാധനം. അതെ, ലുക്ക് മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് 2010 മോഡലാണ് വരുന്നത്. LXi വേരിയന്റ്. ഓട്ടം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 81 എന്തോ ഓടിയിട്ടുണ്ട്. അതായത് നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2010 മോഡൽ LXi 2 ഡോർ പവർ വിൻഡോ വരുള്ളൂ. AC പവർ സ്റ്റിയറിംഗ് അല്ലേ. 2010 കാര്യമായ റീപ്ലേസ് ഒന്നുമില്ല, മേജർ ഒന്നുമില്ല. എന്താ റേറ്റ്? 1.5 താഴെയായിട്ട് കൊടുക്കാം. ഏകദേശം എത്രയ്ക്ക് കൊടുക്കാം? ഒരു 45 ഫൈനൽ കൊടുക്കാം അല്ലേ. 1.45 കേട്ടോ. അതൊരിക്കലും കൂടുതലാണ് ഞാൻ എന്തായാലും പറയില്ല, കാരണം ന്യൂ ഷേപ്പ് വണ്ടിയാണ്. അതുപോലെ സീറ്റ് കവറാണ്, കാര്യങ്ങൾ ഒറിജിനൽ വരുന്ന സീറ്റ് കവർ. ക്വാളിറ്റിയുള്ള വണ്ടി. ഓക്കെ, ധൈര്യമായിട്ട് കൊടുക്കാം അല്ലേ. ധൈര്യത്തിൽ കൊടുക്കാം. കിലോമീറ്റർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അത് ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കി. പിന്നെ പെട്രോൾ വണ്ടിയാണ്, കുഴപ്പമൊന്നും വരാനില്ല. 1,45,000 രൂപയ്ക്ക് ഇത് മിസ് ചെയ്യേണ്ട നല്ല വൃത്തിയുള്ള വണ്ടി. ഇനി ഇതാണെങ്കിൽ സാൻഡ്രോ 2009 മോഡലാണ്. ആവറേജ് വണ്ടി കേട്ടോ, വലിയ വൃത്തി ഞാൻ ഒരിക്കലും പറയില്ല. ഒരു ചെറിയ പൈസക്ക് എടുത്ത് ഉപയോഗിക്കാം അല്ലേ. അതെ, 75 വരുന്നുള്ളൂ. 75,000 രൂപ. 2009 ഈ വർഷം പേപ്പർ വരും. അതെ, ലാസ്റ്റിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 10-15 രൂപ പേപ്പർ വെച്ചാൽ 85-90 രൂപയ്ക്ക് നല്ല ഒരു 5 വർഷത്തേക്ക് കാലാവധിയുള്ള ഒരു വണ്ടി കിട്ടും. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഇത് പെയിന്റ് നിങ്ങൾ ടച്ച് ചെയ്യണമെന്നില്ല. ഈ ഹെഡ്ലൈറ്റ് മാറി കൊടുക്കുക. അതെ, പിന്നെ കമ്പനി ആ പഴയ കാലത്തെ ഹെഡ്ലൈറ്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ. എനിക്ക് തോന്നുന്നു മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. ഫ്രണ്ടിലെ ഗ്ലാസ് CC ആണ്, അത് മാറിയതാണല്ലേ. പിന്നെ കാര്യമായ വേറെ അപാകതയൊന്നും ഇല്ല. ബോണറ്റ് ഒന്നും മാറിയില്ല. അതെ, 75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും ഉള്ളൊരു വണ്ടി. ഓക്കെ, അത്യാവശ്യം മൈലേജും കിട്ടും. പെട്രോളാണ്, കംപ്ലൈൻറ്റ് കുറവായിരിക്കും. എത്രയ്ക്കാണ് നമ്മൾ പറഞ്ഞാൽ? 75 അല്ലേ. 75. ലോണൊന്നും കിട്ടില്ല. ചെക്ക് ചെയ്തിട്ട് മാത്രം നോക്കിക്കോളൂ. മാക്സിമം നോക്കിയിട്ട് എടുക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് ഈക്കോ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? അല്ല, പവർ സ്റ്റിയറിംഗ് ഇപ്പോഴും ഇല്ല. AC ഉണ്ടാവില്ല. 2010 മോഡൽ വരുന്ന വണ്ടി. ഓക്കെ, 10 ആണല്ലേ. 2010. AC ഉണ്ടാവില്ല. പക്ഷേ സെയിൽസ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ വണ്ടി. അത് ലോ ബഡ്ജറ്റിൽ നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാം. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മേജർ പ്രശ്നങ്ങൾ ബോഡി വൈസ് കാണുന്നില്ല. ടയറും മോശമില്ല കേട്ടോ, അത്യാവശ്യം ഓടിക്കാം. 2016 വണ്ടി കൂടി നമ്മളത് റെഡി സ്റ്റോക്ക് ഉണ്ട്. ചെറിയ പൈസ ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടി. 10 വണ്ടി. ഇതിനിപ്പോൾ നമ്മൾ എന്താ വില വയ്ക്കുന്നത്? ഇത് വരുന്നത് 1,25,000 ചോദിക്കുന്നത്. 1,25,000 രൂപയ്ക്ക് 2010 അല്ലേ. കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഇത് എനിക്ക് ഒന്ന് 5 സീറ്റ് തന്നെയല്ലേ ഇത് വരുന്നത്? അതെ, 5 സീറ്റാണ്. വലിയൊരു ടാക്സ് ഒന്നും വരില്ല കേട്ടോ. പക്ഷേ 5 സീറ്റിൽ 2010 AC വന്നിട്ടില്ല എന്നേ ഉള്ളൂ. മോശമല്ല, നിങ്ങൾക്കൊരു ഒമിനി എടുത്ത് ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. വലിയൊരു വണ്ടി. പിന്നെ കേട്ടോ, നല്ലോണം ചെക്ക് ചെയ്യണേ എഞ്ചിൻ്റെ അവസ്ഥയൊക്കെ. ഇനി ഇതാണെങ്കിലോ ഇൻഡിക്കോ CS. ഇൻഡിക്കോ 2012 ആണ്. 12 ആണ്. ഡീസൽ ആർക്കും ഉപയോഗിക്കണവർക്ക് 90,000 രൂപയ്ക്ക് താഴെ കൊടുക്കാൻ പറ്റിയ വണ്ടി. 90,000 രൂപയ്ക്ക് താഴെ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഇന്റീരിയർ നല്ല ക്ലീൻ സീറ്റ് കവർ ഉണ്ട്, മോശമില്ലാത്ത ടയർ ഉണ്ട്. പിന്നെ ഈ CS ആണെന്നേ ഉള്ളൂ കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണല്ലേ. റണ്ണിങ് 80,000 റണ്ണിങ് കാണിക്കുന്നത്. ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ അല്ലേ. ഓക്കെ, 90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്ലീൻ ഒരു ഇൻഡിക്ക CS എടുക്കാം. 12 ഗ്ലാസ് ഒന്നും മാറിയില്ല. മെയിൻ ഗ്ലാസ് പോലും മാറിയില്ല. അതും സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. പിന്നെ വേറെ ഒരു അപാകതയില്ലല്ലോ. റണ്ണിങ് ഒക്കെ പക്കയാണോ? ഓക്കെ, 90,000 രൂപയ്ക്ക് ഇത് കൊണ്ടുപോകാട്ടോ. ലോണൊന്നും കിട്ടില്ല. 2010 മോഡലാണ് വരുന്നത്. 10 അൾട്ടോ അല്ലേ. ടയർ അത്യാവശ്യം നല്ല കട്ട വണ്ടിയാണ്. 135 ആണ് ഇവിടെ വില ഇട്ടിട്ടുള്ളത്.
പാർക്ക് ആൻഡ് സെയിലാണ്. അതെന്തായാലും കുറയൂലേ? സംസാരിച്ച് സെറ്റാക്കാം അല്ലേ? ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരും. പിന്നെ ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് കേട്ടോ, സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല. ബോഡി വൈസ് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, ഓഫ് കോഴ്സ് അത് ഉണ്ടാവും. പിന്നെ വണ്ടിയാണ്, തേർഡ് ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. കിലോമീറ്ററും ജെനുവിനിറ്റി പറയുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മെയിൻ ഗ്ലാസ് പോലും മാറിയില്ല. അതെ, വില എത്ര പറഞ്ഞാൽ 1.35 അല്ലേ? അതെ, നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഈ വില പറഞ്ഞത് നോക്കണ്ട, ഇനി വില കൂടുതലാണെന്നും പറയണ്ട, നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. പാർക്ക് ആൻഡ് സെയിൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓൾട്ടോ കാർട്ട് 2010 മോഡൽ വരുന്നത്. എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ കാർ കാർഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് വണ്ടി LXi വണ്ടി. കുറേ റീൽ ഞാൻ ഇട്ടിട്ടുണ്ട്, കാരണം സ്വിഫ്റ്റ് റിച്ച് ഒക്കെ കുറേ എണ്ണം കിടപ്പുണ്ട് ഇവിടെ. അതിൻ്റെ ഒക്കെ റീൽ വന്നിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. 2010 2010 LXi വണ്ടിയാണ് കേട്ടോ. LXi സിംഗിൾ ഓണർ വണ്ടി, 120 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ് 10. അതെ, അടിപൊളി. അതായത് സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു 70% ഉണ്ട്. ഇന്റീരിയർ മോശമില്ല, ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. സീറ്റിലൊക്കെ ലേശം ചെളി ഉണ്ടെന്നുള്ളൂ. പവർ വിൻഡോസ് ഇല്ല. പിന്നെ ഹെഡ്ലൈറ്റും ഒന്ന് പോളിഷ് ചെയ്താൽ വൃത്തിയാവും അല്ലേ? അതെ. പിന്നെ കിലോമീറ്റർ 120 ഹിസ്റ്ററി ഒക്കെ കിട്ടുമോ? 120ന്റെ ഹിസ്റ്ററി ഒക്കെ കിട്ടുമോ? സിംഗിൾ ഓണർ വണ്ടിയല്ലേ? അതെ, ആരും എന്താ ചെയ്യാനൊന്നും നിൽക്കില്ല, ഓട്ടം കുറച്ചാനും തിരിക്കാനൊന്നും നിൽക്കൂല അല്ലേ? ഓക്കെ, എന്നാലും 2010 സിംഗിൾ ഓണർ വണ്ടി എന്താ വില വരുന്നത്? ഇത് സിംഗിൾ ഓണർ 145 ആണ് വരുന്നത്. 145. അത് കുറയൂല്ലേ? നല്ലോണം കുറയും. കാരണം 10 വണ്ടി മാർക്കറ്റ് അനുസരിച്ചുള്ള റേറ്റിലൊക്കെ ആക്കി കൊടുക്കാം അല്ലേ? കാരണം റേറ്റ് കൂടുതലാണ്. ഒരു കസ്റ്റമർ വന്നിട്ട് ബാർഗൈൻ ചെയ്തിട്ട് എടുത്തോട്ടെ. അതെ, അതാണ് കുറച്ചെന്നെ കൊടുക്കാം. അതെ, നമ്മൾ ഏകദേശം മേള അവസാനിക്കാറായി അല്ലേ? പക്ഷെ എന്നിരുന്നാലും ഇവരുടെ മേള അവസാനിച്ചാലും നിങ്ങൾക്ക് മാക്സിമം ഈ ഫെസിലിറ്റിയും ഈ പറഞ്ഞ റേറ്റിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ വരും. ഇവരുടെ ഷോറൂമിലെ വീഡിയോ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും 2010 വണ്ടി 145 ഒക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും നോക്കണ്ട, വരിക, ബാർഗെയിൻ ചെയ്യുക, എടുക്കുക. നിങ്ങൾക്ക് നല്ല പ്രൈസിൽ കൊണ്ടുപോകാം. വളരെ ചെറിയ പൈസ, അതായത് സാധാ ആൾട്ടോ മേടിക്കുന്ന പൈസക്ക് എന്തായാലും കേട്ടൻ കൊണ്ടുപോകാൻ പറ്റും. വാറണ്ടി ഉള്ളവർക്ക് വാറണ്ടിക്കൊക്കെ 14 മുതലുള്ള വണ്ടികൾക്ക് സ്റ്റാർട്ടിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? കൊടുക്കുന്നുണ്ട്. 14 ശേഷമുള്ള വണ്ടികൾക്ക് നിങ്ങൾക്ക് വാറണ്ടി വേണമെങ്കിൽ വാറണ്ടി കൊടുക്കാം. അഡീഷണൽ പൈസ ഒന്നും തരണ്ട. നമ്മൾ ഈ പറഞ്ഞ പൈസയിൽ റൈറ്റിലാക്കിയിട്ട് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേണ്ടവർക്ക് അഡീഷണൽ ചെയ്ത് കൊടുക്കാം. 1 വർഷം 2 വർഷം, അത് ഓൾമോസ്റ്റ് എല്ലാ പാർട്സും ഇൻക്ലൂഡ് ആവുന്ന പോലെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ആണെങ്കിലും വീഡിയോൻ്റെ മേൽഭാഗത്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. മറക്കാണ്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കാണിക്കാൻ കുറേ വണ്ടികൾ വേറെ ഉണ്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് റീൽ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലൻ എപ്പിസോഡായിട്ട് എനിക്ക് തോന്നുന്നു അടുത്തൊരു എപ്പിസോഡ് മിക്കവാറും നമ്മൾ ഷോറൂമിലായിരിക്കും കാണിക്കുക. ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവർക്കും